ഇന്ത്യയിലെ പ്രകൃതിദത്തമായ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗുഹയാണ് ബേലം. ആന്ധ്രാപ്രദേശിലെ കുർണൂൽ ജില്ലയിലാണ് ബേലം ഗുഹയുള്ളത്. ആ ഗുഹ സന്ദർശനത്തിന് വേണ്ടി പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന യാത്രാ സംഘമാണിത്. ഇതാണ് താടിപത്രി റെയിൽവേ സ്റ്റേഷൻ. താടിപത്രിയിലെത്തി ബേലം ഗുഹ കാണാൻ പോകുന്നവർക്ക് ഇവിടെ ഭക്ഷണത്തിന് ആശ്രയിക്കാവുന്ന നല്ലൊരു ഹോട്ടലാണ്. ബേലം കേവ്സിലേക്കുള്ള ഇറക്കമാണ്. അതിനുള്ള കോവണിയാണ് ഈ കാണുന്നത്. ഇതിലൂടെ ഇറങ്ങിയിട്ട് വേണം ഏതാണ്ട് 1.5 കിലോമീറ്റർ ദൂരം ബേലം കേവ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ഇതുപോലുള്ളൊരു സിറ്റ് ഔട്ട് പോലുള്ളൊരു സ്ഥലമാണ്. താടിപത്രി എന്ന സ്ഥലത്തിനടുത്താണ് ബേലം ഗുഹയുള്ളത്. ഇവിടെ നിന്ന് ഒരു ബുദ്ധ പ്രതിമയും കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്നാണ് ബേലം ഗുഹ ബുദ്ധ സന്യാസിമാർ പാർപ്പിടമായും ധ്യാനത്തിനു വേണ്ടിയും ഉപയോഗിച്ചിരുന്നതായി മനസ്സിലാക്കുന്നത്. ബുദ്ധ സന്യാസിമാർ ധ്യാനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന അറയാണിത്. ധ്യാന കേന്ദ്രം എന്നാണ് ഇപ്പോഴിത് അറിയപ്പെടുന്നത്. അതുപോലെ കുട്ടിച്ചാത്തന്മാരുടെ പ്രവേശന കവാടം എന്ന് പറഞ്ഞ ഒരു സ്ഥലവും ബേലം ഗുഹയ്ക്കുള്ളിലുണ്ട്. പിന്നെ കോടി ഗുഹാലു എന്ന മറ്റൊരു സ്ഥലം, ഒരു ഗുഹയ്ക്കുള്ളിൽ തന്നെ വേറെയും ഗുഹകളുള്ള ആ പ്രദേശത്തിനാണ് കോടി ഗുഹാലു എന്ന് പറയപ്പെടുന്നത്. Yaganti Swami temple caves, they are all inside under the hill. Under the hill. Especially this one ground also. On the top cultivation lands going on. ഇതോ ഇന്ത്യയിലെ രണ്ടാമത്തെ. ഫസ്റ്റ് വൺ ഏതാ? ഫസ്റ്റ് മേഘാലയയിലുണ്ട്. ഫിലിം എവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്? ഓൺലി 3 months completed, sir. ഭൂമിക്കടിയിലെ നീരൊഴുക്കിലൂടെ രൂപം കൊണ്ട ഗുഹയാണ് ബേലം ഗുഹ. ഇതിനകത്തുള്ള വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് പാതാളഗംഗ. പാതാളഗംഗയിലേക്കുള്ള വഴിയാണിത്. ഇതാണ് ബേലം ഗുഹയിലെ പാതാളഗംഗ. ഇതേതാണ് കാണുന്നതല്ലേ? ചുണ്ണാമ്പ് കല്ലുകളുടെ 2 രൂപങ്ങളല്ലേ? ചുണ്ണാമ്പ് കല്ലുകളുടെ 2 ഇത് അങ്ങോട്ട് നോക്ക്. ഇവിടെ ഗ്രൂപ്പ് എടുത്താലോ? ഊബറെടുത്ത്